51 ഗുരുകൃപയതിനാൽ ചേർത്തു വച്ചങ്ങുമിങ്ങും നിത്യം കേൾക്കുന്നു ശ്രീമൻ നിരവധി സുരഭീകാവ്യമാല്യങ്ങളെന്നും. സമ്പത്താം സംസ്കൃതത്തിൻ വികസനമതുതാൻ ജീവിതാദർശമെന്നായി ചിന്തിക്കും സേവനത്തിൻ പരമഗുണമെഴും രത്നമേ വന്ദനങ്ങൾ. ആരുടെ വഹ്യ ഈ വന്ദനം എന്നല്ലേ? റാന്നിയിലുള്ള നമ്മുടെ ശ്രീകുമാരേട്ടൻ്റെ വഹയാണ് വന്ദനം. പാരിപ്പള്ളി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായിട്ട് സംസ്കൃത പ്രതിഷ്ഠാനത്തിൻ്റെ പ്രവർത്തകനായിട്ടുള്ള ശ്രീകുമാരേട്ടൻ്റെ വഹ. ആർക്കാ വന്ദനം? ഒരാളെ വന്ദിക്കുമ്പോൾ ആർക്കാ വന്ദിക്കുക, ആരാ വന്ദിക്കണം, അങ്ങനെയൊക്കെ ഇല്ലേ? ആർക്കാ ഈ വന്ദനം കൊടുക്കേണ്ടത് എന്നാണെങ്കിൽ രത്നമേ വന്ദനങ്ങൾ. രത്നത്തിനായിട്ടാണ് വന്ദനം. അത് ഒരെണ്ണല്ലേനും വന്ദനങ്ങൾ അനവധി പ്രാവശ്യ. നമസ്കാരം, നമോ നമ, നമസ്കരിക്കണു, വീണ്ടും 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 എന്നാ. ആ വളരെ ഇഷ്ടമായിട്ടുള്ള കാര്യം ഒരു പ്രാവശ്യം കൊണ്ടൊന്നും മതിയായി എന്ന് വരില്ല. അമൃതം ഇങ്ങനെ കൊണ്ടുവച്ചാൽ കുറച്ചങ്ങനെ ക്ലേശം ഒന്ന് സേവിച്ചിട്ട് ആയി കേമായിട്ടോ മതി 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 കൊണ്ടുപോയിക്കോളാ ആരും പറയാറില്ല. ഇങ്ങോട്ട് എടുക്കുമോ എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ ആവോളം കുട്ടിച്ച് 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 അല്ല എത്രയാ സേവിക്കേണ്ട നിശ്ചയില്ല. പീത്തുക പീത്തുക പുനഃപീത്തുക പതിത്വ ധരണീതലേ ഉദ്ധായ ച പുനഃപീത്തുക. കുടിക്കുക 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 കുടിക്കുക. ചിലപ്പോൾ ഒന്ന് വീണു എന്ന് വരാം, അവിടെ നിന്നിട്ട് വീണ്ടും കുടിക്കുക. മതിയായി എന്ന് പറയാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ആസ്വാദ്യത. അതുപോലെ വന്ദനങ്ങൾ എന്നാ പതേ വീണ്ടും 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 നമസ്കരിക്കണം. ആരെയാണ് നമസ്കരിക്കണേ? രത്നത്തിനെ. അത് നന്നായി. ഏതായാലും നമസ്കരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് വേണ്ടത്. രത്നത്തിൻ്റെ വിശേഷം എന്താ? അത് ദിവസം പ്രതി അതിൻ്റെ മൂല്യം കൂടി 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 കൂടിയാണ് വരിക. പണ്ടുള്ള വിലയല്ല എന്നുണ്ടാവുക. അതിൻ്റെ വൈഭവം കുറയില്ല. ദിവസം പ്രതി അതിൻ്റെ പ്രകാശം അങ്ങനെ കൂടി 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 വരും. അപ്പം അങ്ങനെയുള്ളതിനെ നമസ്കരിക്കേണ്ടതുള്ളൂ. പണ്ട് ഗേമായിരുന്നു, ഇപ്പം ഈ മഹാമോശം വഷള ഇല്ലേ, അങ്ങനെ ആയാൽ പറ്റില്ലല്ലോ. ഇതല്ല. രത്നമേ വന്ദനങ്ങൾ, നിനക്ക് നമസ്കാരം, നീ രത്നാണ് എന്ന്. എന്താ രത്നാണെന്ന് പറയാൻ കാരണം എന്നാണെങ്കിൽ സമ്പത്താം സംസ്കൃതത്തിൻ വികാസനമതുതാൻ ജീവിതാദർശമെന്നായി ചിന്തിക്കും സേവനത്തിൻ പരമഗുണമെഴും രത്നമേ അല്ലേ? സമ്പത്തായിട്ട് ഒന്നേ ഉള്ളൂ. അതെന്താ? സംസ്കൃതത്തിൻ്റെ വികസനം. നമുക്കൊക്കെ സമ്പത്തുണ്ട്, അനവധി സമ്പാദിക്കണമുണ്ട്. എത്രയാ ഉണ്ടാക്കി കൂട്ടണമെന്ന് ശരിയാ. എന്നിട്ടോ ഒരു ദിവസം അതേ അങ്ങോട്ട് കഴിഞ്ഞു അല്ലേ? അങ്ങനെ കഴിഞ്ഞാലോ ഇവിടുന്ന് ഒന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ചത്തുപോന്നേരം അല്ലേ കവി പാടിയിട്ടില്ലേ? ഒത്തിടാ കൊണ്ടുപോകാനൊത്തർക്കും ഒടുത്തിട്ടുള്ള മുണ്ടും കൂടി ഇല്ലാണ്ട് വേണം അങ്ങോട്ട് പോകാൻ. എപ്പോഴാ പോകണ്ടേ നിശ്ചയില്ല. ചക്ഷുസ്രവളകളസ്തമാം ദർദൂരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ പാമ്പിൻ്റെ തൊണ്ടയിലിരിക്കണത് അവളെയാ. എപ്പോഴാ ചൊവ്വ നിശ്ചയില്ല. എന്നാലും ഇനിയും പോരാ എന്നാ അതിൻ്റെ വിചാരം. അപ്പം ഇവിടെ അതല്ല. ഇവിടെ സമ്പത്തായിട്ട് കണ്ടിട്ടുള്ള എന്താ? സംസ്കൃതത്തിൻ വികസനമതുതാൻ ജീവിതാദർശം. എൻ്റെ ജീവിതത്തിൻ്റെ ആദർശം എന്താ? വേറൊന്നുമല്ല, സംസ്കൃതത്തിൻ്റെ വികസനം. എങ്ങനെയാണ് ഇതിനെ വികസിപ്പിക്കാൻ തരാം? എന്തൊക്കെ മാർഗങ്ങൾ ഇതിന് വേണം എന്ന് വിചാരിച്ച് സമ്പത്തായിട്ട് സംസ്കൃതത്തെ കണ്ടു. ജീവിതാദർശം സംസ്കൃതമാണ്. എന്താ ലക്ഷ്യം? ഒറ്റ ലക്ഷ്യമുള്ളൂ, ഈ മാതൃസേവ മാത്രം. വന്ദേ സംസ്കൃതമാദരം. ഈ അമ്മയെ നമസ്കരിക്കുക. എത്ര 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 ജന്മം എടുക്കേണ്ടി വന്നാലും വേണ്ടില്ല, അത് മുഴുവൻ സംസ്കൃതമാവുന്ന ഈ അമ്മയുടെ പാദപൂജയ്ക്കായാൽ അടിയനിനിയുമുണ്ടാം ജന്മം, എന്നാൽ അതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാകട്ടതായേ. അടിമലരിണ വേണം താങ്ങുവാൻ മറ്റൊരിടത്തടിയുവത് ഞെരുക്കം മുക്തി സിദ്ധിക്കുവോളം. അതേ ദർശനം തന്നെയാണത്. എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ആദർശമേ ഉള്ളൂ, അത് ഈ സംസ്കൃതത്തിൻ്റെ വികസനമാണ്. ആ ചിന്ത ആർക്കാണോ ഉള്ളത്, അതിനു വേണ്ടിയുള്ള സേവനം, അത് ജീവിത വൃതായിട്ട് ആരാണോ എടുത്തത്, അതിനെ പരമഗുണം എന്നല്ലാണ്ട് എന്തേ പറയേണ്ടത്? ഗുണമല്ലാതെ പരമായിട്ടുള്ള ഗുണമാണ്. അങ്ങനെയുള്ള ഗുണം
ആർക്ക് ഭവിക്കണോ അയാളെ ലോകത്ത് ഒന്നേ വിളിക്കാൻ പറ്റുള്ളൂ, രത്നം. അങ്ങനെയുള്ള ആ രത്നത്തിനാണ് നമസ്കാരം. ആരാ ഈ രത്നം എന്നല്ലേ? നമ്മുടെയൊക്കെ ആത്മസുഹൃത്തായി, നമ്മുടെ സന്തത സഹചാരിയായി, സംസ്കൃതത്തിൻ്റെ പ്രവർത്തനത്തിന് എന്നും അത് മാത്രമാണ് ജീവിതവ്രതം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ ഒരു സുഹൃത്ത് അല്ലേ, രണജിത് കോ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം സംസ്കൃതമാകുന്ന മാതാവിന് നൽകിയ പൂജയെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കുമ്പോൾ എന്തേ ഉണ്ടാവണതെന്നല്ലേ, ആ പുരസ്കാരത്തിനാണ് മാന്യത ഉണ്ടാവുക. പുരസ്കാരം മാനിക്കപ്പെടുകയാണ് അദ്ദേഹത്തിനെ കൊണ്ട്. ഭഗവാന്റെ കഴുത്തിൽ മാലയിടുന്നതിനെ കുറിച്ചൊരു കവി പറഞ്ഞിട്ടുണ്ട്. ആ മാലയിട്ടാൽ, സ്വതവേ നമ്മുടെയൊക്കെ കഴുത്തിൽ മാലയിട്ടാൽ നമുക്കൊരു ഭംഗിയുണ്ടാവും അല്ലേ? ഭഗവാന്റെ കഴുത്തിൽ മാലയിടുമ്പോൾ ആ മാലയ്ക്കൊരു ഭംഗിയാണ്. അതുപോലെ പുരസ്കാരം അർഹിക്കുന്നവർക്ക് കൊടുക്കുമ്പോൾ പുരസ്കാരമാണ് പുരസ്കൃതാവണത് എന്ന്. അപ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ് ആ മാതാവിനെ പൂജിക്കേണ്ടായിട്ടുള്ളത് എന്നാണെങ്കിൽ, സർവദാ സംസ്കൃത മാതാവിനെക്കുറിച്ച് ചിന്തിക്കുക, പൂജിക്കുക. ആ അമ്മയെക്കുറിച്ച് മാത്രം. അന്യനെ സുഖിപ്പിക്കാൻ സ്വയമായി നീറിത്തീരും ധന്യജീവിതമേ, മഞ്ഞിലെന്തുള്ളൂ മഞ്ഞം. ചന്ദനത്തിനെ കുറിച്ച് പറഞ്ഞതാണ് ഒരു കവി. അതിങ്ങനെ എരിയണുണ്ട് അല്ലേ? എന്തിനു വേണ്ടി എരിയണം? സുഗന്ധം ഉണ്ടാക്കാൻ, ആളുകളുടെ ആ നാസാപുടങ്ങളിലേക്ക് അതെങ്ങനെ കടന്ന് അവരെ മുഴുവൻ ആനന്ദിപ്പിക്കാൻ സ്വയം നീറിത്തീരുകയാണ്. അതുപോലെ സർവദാ സംസ്കൃത പ്രചാരണം, സംസ്കൃതത്തെ എങ്ങനെയൊക്കെ ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഭാഷയാകുന്ന രത്നഖനി കയ്യിലെടുത്ത് ധൂർത്തായിട്ട് ചെലവഴിക്കുകയാണ്. സകല ആളുകൾക്കും കൊണ്ടോക്കോളൂ എന്ന് പറഞ്ഞ് സകലർക്കും വാരി കോരി കൊടുത്തുകൊണ്ട് ഗ്രാമം ഒരു ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക്, ഒരു ക്ഷേത്രത്തിൽ നിന്ന് അടുത്ത ക്ഷേത്രത്തിലേക്ക്. ഇതാണ് പ്രതിഷ്ഠാനത്തിൻ്റെ സ്വഭാവം, ഇതാണ് പ്രതിഷ്ഠാനത്തിൻ്റെ പ്രവർത്തകരുടെ സ്വഭാവം. എല്ലാവരിലേക്ക് സംസ്കൃതം എത്തിക്കുക. ഈ മാതൃപൂജയാണ് ജീവിതവ്രതം. അതിൽ ഞങ്ങളുടെ മുമ്പന്തിയിൽ നിൽക്കുന്ന ആൾ തന്നെയാണ്, സംശയമില്ല, രഞ്ജിത്തേട്ടനെ നമ്മളൊക്കെ വിളിക്കണ രണജിത്ത്. അദ്ദേഹം എന്ത് ചെയ്യണമെന്നല്ലേ സകല സ്ഥലങ്ങളിലേക്കും പറന്ന് നടക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ നടക്കണില്ലേ? നമ്മൾ നടക്കണ്ടല്ലോ അല്ലേ? സ്വച്ഛന്തം പര്യടന്തോ, വളരെ സന്തോഷമായിട്ട് നടക്കുന്നുണ്ട് നമ്മളും, അദ്ദേഹവും നടക്കുന്നുണ്ട്. എന്തേ വ്യത്യാസമുള്ളതെന്നല്ലേ? പരകാര്യാർത്ഥമിത്തം, അന്യൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്കൃതത്തിൻ്റെ പ്രവർത്തകർ നടക്കുന്നത്, രണജിത്ത് നടക്കുന്നത് അല്ലേ? അങ്ങനെ വരുമ്പോൾ അതിന് എന്തെന്നില്ലാത്തൊരു മഹിമയുണ്ടാവും അല്ലേ? അവിടെ നിന്ന് എന്ത് ചെയ്യണമെന്നല്ലേ? നിത്യം ദിവസവും അവിടെ നിന്ന് എന്ത് ചെയ്യണു? നിരവധി സുരഭി കാവ്യ മാല്യങ്ങൾ എന്നും കേൾക്കുന്നു. ഞങ്ങളെന്നും കേൾക്കുക അവിടുത്തെ ആ മനോഹരമായിട്ടുള്ള വാഗ്സുധ, സുരഭി കാവ്യമാല്യങ്ങൾ എന്നും ഞങ്ങളുടെയൊക്കെ ചെവിയിൽ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെയുള്ളതാണ്? 51 അക്ഷരങ്ങളെ വച്ചിട്ടാണ്. അത് ഗുരുകൃപ കൊണ്ട് ചേർത്ത് വച്ചങ്ങുമിങ്ങും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചേർത്ത് ഈ 51 അക്ഷരങ്ങളെ കൊണ്ടാണ് ലോകത്ത് സകല കാവ്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. സകല ശാസ്ത്രങ്ങളും വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തും തർക്കവും ന്യായവും ഛന്ദസ്സും നിരുക്തവും കൽപ്പവും അഴിച്ചടിയിലേക്ക് ചെന്നാൽ അത് മുഴുവൻ ഈ അക്ഷരങ്ങളെ കൊണ്ട് കോർത്തിട്ടുള്ളതാണ്. അതിൻ്റെ വിവിധ പദവിന്യാസങ്ങളാണ്. അപ്പോൾ മനോഹരങ്ങളായിട്ടുള്ള ഈ കാവ്യസുധ, ഈ സുരഭി ഞങ്ങളുടെ ചെവികളിലേക്ക് എന്നും അവിടെ നിന്ന് നിറച്ച് തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഗുരുകൃപ കൊണ്ട് സംസ്കൃതമാകുന്ന മാതാവിന് വേണ്ടി അക്ഷീണം അനവരതം നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണു. ആ മാതൃസേവയാണ് ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് വിചാരിക്കണു. അങ്ങനെയുള്ള ആത്മസുഹൃത്തായിട്ടുള്ള രണജിത്ത് അവിടുന്ന് രത്നമല്ലാണ്ട് വേറെ എന്താ? അവിടുത്തെ നമസ്കരിച്ച് ഒരു സംസ്കൃത പ്രേമിക്കും മതിയാവില്ല. ഞങ്ങളെല്ലാവരും നമസ്കരിക്കുകയാണ്. ഈ വന്ദനം സമർപ്പിച്ചത് ശ്രീകുമാറാണെങ്കിലും ആ വന്ദനം ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള നമസ്കാരമാണ്. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിക്കുന്നുണ്ട്. ഇനിയും ഈ സംസ്കൃത മാതാവിൻ്റെ പൂജ ചെയ്യാൻ അവിടത്തേക്ക് എന്നും വാക്സുധ ഭഗവാൻ നൽകി അനുഗ്രഹിക്കട്ടെ, കണ്ണൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണൻ്റെ തൃക്കൈയിൽ വെണ്ണയായി ശ്രീകുമാർ എഴുതിയ ഈ ശ്ലോകത്തെ അതിനൊന്ന് വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ആസ്വദിക്കാനോ ഉള്ള ശ്രമം മാത്രമാണിത്. ഈ വാക്കുകളെ കണ്ണൻ്റെ തൃക്കൈയിൽ വെണ്ണയായിട്ട് സമർപ്പിക്കുന്നു. രണജിത്തിൻ്റെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾക്ക്
ശ്രീകുമാർജിയുടെ ഈ ശ്ലോകവന്ദനത്തോടൊപ്പം സംസ്കൃതത്തിൻ്റെ ഓരോ പ്രേമികളുടെയും ആത്മാർത്ഥമായ സാഷ്ടാംഗ നമസ്കാരം. ഹരേ കൃഷ്ണ. 51 അക്ഷരങ്ങൾ ഗുരുകൃപയതിനാൽ ചേർത്തു വച്ചങ്ങുമിങ്ങും നിത്യം കോർക്കുന്നു ശ്രീമൻ നിരവധി സുരഭി കാവ്യമാല്യങ്ങളങ്ങും സമ്പത്താം സംസ്കൃതത്തിൻ വികസനമതുതാൻ ജീവിതാദർശമെന്നായി ചിന്തിക്കൂ സേവനത്തിൻ പരമഗുണമെഴും രത്നമേ വന്ദനം.